എടാ, ലീഡർഷിപ്പ് ക്വാളിറ്റി നിനക്കുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് നിനക്ക് ഓൺടർപ്രണർഷിപ്പിനകത്ത് സക്സസ് ആവാൻ പറ്റുന്ന വിചാരിക്കുകയും ചെയ്യരുത്. അത് ശരിക്കും ഒരു പരിധിവരെ മണ്ടത്തരമാണ്. കാരണം ലീഡർഷിപ്പ് നിനക്കൊരു എഡ്ജ് തരും, പക്ഷേ അത് നിനക്ക് ഒരിക്കലും സക്സസ് ഗ്യാരണ്ടി ചെയ്തില്ല. കാരണം മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, പീപ്പിൾ മാനേജ്മെന്റ്, ഈ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രമേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നൊരു കാരണം കൊണ്ട് നിനക്കൊരു സക്സസ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ കുറച്ച് പേരോട് നിനക്ക് പറഞ്ഞുതരാം. ഒന്ന്, ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക. നിന്റെ ശരിക്കുള്ള പർപ്പസ് അത് തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് ആണെങ്കിലും സെയിൽസ് ആണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നീ പഠിക്കുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ലീഡർഷിപ്പ് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, നിനക്ക് നല്ല പെർസിവറൻസും റെസിലിയൻസും ഒക്കെ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചാലഞ്ചസ് ഇങ്ങനെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. ഒരു സുപ്രഭാതത്തിനകത്ത് സക്സസ് ആയി എന്നുള്ളത് കൊണ്ട് ജീവിതകാലം മുഴുവൻ സക്സസ് ആയിട്ട് പോകാൻ പറ്റണമെന്നില്ല. ഭയങ്കര ഡൗൺഫോൾസ് ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ നമുക്ക് വേണം. അത് ഫിനാൻഷ്യലി ചിലപ്പോൾ വേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ടീം അങ്ങനെ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഉറപ്പ് നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൂ. ഞാനിത് പറഞ്ഞതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു സ്കില്ലുള്ള, നല്ല ലീഡർഷിപ്പിൽ നിൽക്കാൻ കഴിവുള്ള, ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനെ തന്നെ ലീഡ് ചെയ്യാൻ കഴിവുള്ള നീ പോയിട്ട് ഒരു സംരംഭം തുടങ്ങി അവസാനം വലിയ പടുകുഴിയിലായിപ്പോരുത്. ലീഡർഷിപ്പ് അടിപൊളി തന്നെയാണ്, എൻ്റെ ഓൺടർപ്രണർഷിപ്പ് അടിപൊളി തന്നെയാണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കാനായിട്ട് നീ പഠിക്കുക.